എല്ലാവർക്കും പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം 2026 നടന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഒന്ന് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2026 ജനുവരി 26 ആഘോഷിച്ചത്. അപ്പൊ എത്രാമത്തെ റിപ്പബ്ലിക് ദിനാഘോഷമാണ് 2026 ആഘോഷിച്ചത്? 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷമാണ്. അപ്പൊ പഠിച്ചു നോക്കണം. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഡൽഹിയിലെ കർത്തവ്യ പഥിലാണ് വേദിയായിട്ട് വന്നത് കേട്ടോ. അപ്പൊ പഠിച്ചു നോക്കണം. 2026 നടന്ന 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ വേദി എവിടെയാണ്? ഡൽഹിയിലെ കർത്തവ്യ പഥ്. അതുപോലെ തന്നെ പ്രമേയം 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തീം അഥവാ പ്രമേയം എന്താണ്? വന്ദേ മാതരം 150 വർഷങ്ങൾ. വന്ദേ മാതരം 150 വർഷങ്ങൾ എന്നാണ് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ തീം അഥവാ പ്രമേയമായിട്ട് വരുന്നത്. ഇനി നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതിഥികൾ. നമുക്കറിയാം നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷമായിക്കോട്ടെ സ്വാതന്ത്ര്യ ദിനാഘോഷമായിക്കോട്ടെ അതിന് എന്താണ് അടുത്തുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാര് പ്രധാനമന്ത്രിമാരൊക്കെ എന്താണ് മുഖ്യ അതിഥികളായിട്ട് വരും. അപ്പോൾ ഈ വർഷത്തെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥികളായിട്ട് വന്നത് യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വ സംഘമാണ് കേട്ടോ. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വമാണ് മുഖ്യ അതിഥിയായിട്ട് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. അപ്പൊ നമുക്കറിയാം എപ്പോഴും നമുക്ക് എന്താണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മറ്റൊരു രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ഒക്കെയാണ് പങ്കെടുക്കുന്നത്. ഈ വട്ടം ആദ്യമായിട്ട് യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി സംഘമാണ് മുഖ്യ അതിഥികളായിട്ട് പങ്കെടുത്തത്. അപ്പൊ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കും. പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ആള് ഉർസുല വോൺ ഡെർ ലൈൻ കേട്ടോ. ഉർസുല വോൺ ഡെർ ലൈൻ അദ്ദേഹം ആരാണ്? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ്. ഉർസുല വോൺ ഡെർ ലൈനും അതുപോലെ തന്നെ അന്റോണിയോ കോസ്റ്റയുമാണ് എന്താണ് മുഖ്യ അതിഥിയായി 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, മുഖ്യ അതിഥികളായി പങ്കെടുത്ത ആരാണ്? യൂറോപ്യൻ യൂണിയന്റെ പ്രതിനിധി സംഘമാണ്. ആരൊക്കെയാണ്? ഉർസുല വോൺ ഡെർ ലൈൻ. ഉർസുല വോൺ ഡെർ ലൈൻ അദ്ദേഹം ആരാണ്? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആണ് ഉർസുല വോൺ ഡെർ ലൈനും. അതുപോലെ തന്നെ അന്റോണിയോ കോസ്റ്റ ആരാണ്? യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആണ് കേട്ടോ. അപ്പൊ യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള അന്റോണിയോ കോസ്റ്റോയും അതുപോലെ തന്നെ യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള ഉർസുല വോൺ ഡെർ ലൈനുമാണ് മുഖ്യ അതിഥികളായിട്ട് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത്. ക്ലിയർ ആണ്? അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പ്രത്യേക സംഘം പരേഡിൽ പങ്കെടുത്തു കേട്ടോ. അപ്പൊ നമ്മുടെ ഈ റിപ്പബ്ലിക് ദിനാഘോഷമൊക്കെ നടക്കുമ്പോൾ എന്താണ് പരേഡുകൾ കാണത്തില്ലേ? ഓരോ സംഘങ്ങളുടെയൊക്കെ പരേഡുകളും ടാബ്ലോകളും ഒക്കെ കാണത്തില്ലേ? അതിന്റെ ഭാഗമായിട്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പ്രത്യേക സംഘം പരേഡിൽ പങ്കെടുത്തു. അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. യൂറോപ്പിന് പുറത്ത് ഇത്തരം ഒരു പരിപാടിയിൽ യൂറോപ്യൻ യൂണിയൻ പങ്കെടുക്കുന്നത് ഇതാദ്യമായിരുന്നു കേട്ടോ. അപ്പൊ യൂറോപ്പിന് പുറത്ത് നമുക്കറിയാം യൂറോപ്യൻ യൂണിയൻ എവിടെയാണെന്നറിയാലോ. അപ്പൊ യൂറോപ്യൻ യൂണിയന്റെ പരിധിയായ യൂറോപ്പിന് പുറത്ത് ഇത്തരം ഒരു പരിപാടിയിൽ, അതായത് മറ്റൊരു രാജ്യത്തിന്റെ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടിയിൽ യൂറോപ്യൻ യൂണിയൻ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് ആദ്യമായിരുന്നു. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒന്നുകൂടെ പഠിച്ചു നോക്കാം. യൂറോപ്യൻ യൂണിയന് പുറത്ത് ഇത്തരം ഒരു പരിപാടിയിൽ യൂറോപ്യൻ യൂണിയൻ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിരുന്നു. അപ്പൊ നമുക്ക് ഇത്രയും ഒന്നുകൂടെ പഠിച്ചു പോവാം. 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷം 2026 വേദി ഡൽഹിയിലെ കർത്തവ്യ പഥ്. തീം പ്രമേയം എന്താണ്? വന്ദേ മാതരം 150 വർഷങ്ങൾ. മുഖ്യ അതിഥികൾ ആരാണ്? യൂറോപ്യൻ യൂണിയന്റെ നേതൃത്വമാണ്. അഥവാ ആരൊക്കെയാണ്? അപ്പം ഉർസുല വോൺ ഡെർ ലൈൻ അദ്ദേഹം ആരാണ്? യൂറോപ്യൻ കമ്മീഷന്റെ പ്രസിഡന്റും. അതുപോലെ തന്നെ അന്റോണിയോ കോസ്റ്റ ആരാണ്? യൂറോപ്യൻ കൗൺസിലിന്റെ പ്രസിഡന്റുമാണ്. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള പ്രത്യേക സംഘം നമ്മുടെ പരേഡിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ യൂറോപ്പിന് പുറത്ത് ഇത്തരം ഒരു പരിപാടിയിൽ യൂറോപ്യൻ യൂണിയൻ പങ്കെടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ് കേട്ടോ. ആദ്യമായിരുന്നു. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് നമുക്ക് നോക്കാം. പുതുതായി നിർമ്മിച്ച ഭൈരവ് ബറ്റാലിയൻ പരേഡ് അരങ്ങേറ്റവും നടന്നു കേട്ടോ. പുതുതായി നിർമ്മിച്ച ഭൈരവ് ബറ്റാലിയന്റെ പരേഡ് അരങ്ങേറ്റവും നടന്നു ഈ ഒരു ചടങ്ങില്. അതുപോലെ തന്നെ നമ്മുടെ 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിന് സംഗീതം നൽകിയ വ്യക്തി ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. MM കീരവാണിയാണ് കേട്ടോ. നമ്മുടെ ബാഹുബലിക്കൊക്കെ സംഗീതം നൽകിയ വ്യക്തിയാണ്. അപ്പൊ പഠിച്ചു വെക്കണം, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കും. എന്താണ് ചടങ്ങിന്, അതായത് 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷ ചടങ്ങിന് സംഗീതം നൽകിയ വ്യക്തി ആരാണ്? MM കീരവാണി. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
പരേഡിൽ, അതായത് റിപ്പബ്ലിക് ദിന പരേഡിൽ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെ അഥവാ CRPFന്റെ പുരുഷന്മാർ മാത്രമുള്ള സംഘത്തെ നയിച്ച വനിത ആരാന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ ബാലയാണ് കേട്ടോ. അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ ബാല വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. പരേഡ് റിപ്പബ്ലിക് ദിന പരേഡിൽ സെൻട്രൽ റിസർവ് പോലീസ് സേന അഥവാ CRPF സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെ പുരുഷന്മാർ മാത്രമുള്ള സംഘത്തെ നയിച്ച വനിതയാണ് അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ മാല. ഏത് സ്വദേശിയാന്നൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ മാല ജമ്മു കാശ്മീരിലെ രജോരി ജില്ലയിലെ 26 വയസ്സുകാരിയാണ് കേട്ടോ. അപ്പൊ അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ മാല ആരാണ്? ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ 26 വയസ്സുകാരിയാണ്. അതുപോലെ തന്നെ ദേശീയ ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും വലിയ അർദ്ധസൈനിക സേനയുടെ ഒരു പൂർണ്ണ പുരുഷ യൂണിറ്റിനെ നയിച്ച ആദ്യ വനിതയായിട്ട് ആരാണ്? അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ ബാല മാറി. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ഈ റിപ്പബ്ലിക് ദിന പരേഡിൽ സെൻട്രൽ റിസർവ് പോലീസ് സേനയുടെ പുരുഷന്മാർ മാത്രമുള്ള സംഘത്തെ നയിച്ച വനിത ആരാണ്? അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ മാലയാണ്. അവര് ജമ്മു കാശ്മീരിലെ രജൌരി ജില്ലയിലെ 26 വയസ്സുകാരിയാണ്. അതുപോലെ തന്നെ ദേശീയ ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും വലിയ അർദ്ധ സൈനിക സേനയുടെ ഒരു പൂർണ്ണ പുരുഷ യൂണിറ്റിനെ നയിച്ച ആദ്യ വനിതയായി അസിസ്റ്റന്റ് കമാൻഡന്റ് സിമ്രാൻ മാല മാറി. ക്ലിയർ ആണ്. ഇനി അടുത്ത് നമുക്കറിയാം റിപ്പബ്ലിക് ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട് ടാബ്ലോകളും നിശ്ചല ദൃശ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം അതിനകത്ത് ആരൊക്കെയാണ് പ്രൈസ് കിട്ടുന്നതൊക്കെ ഉണ്ട്. അപ്പൊ പ്രൈസ് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം മികച്ച ടാബ്ലോ വിജയികൾ ആരൊക്കെയാന്ന് നോക്കാം. 1ാം സ്ഥാനം മഹാരാഷ്ട്രയ്ക്കാണ് ലഭിച്ചത് കേട്ടോ. മികച്ച ടാബ്ലോയിൽ 1ാം സ്ഥാനം മഹാരാഷ്ട്രയുടെ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേശോത്സവം ആത്മനിർഭരതയുടെ പ്രതീകം. അപ്പൊ 1ാം സ്ഥാനം ആർക്കാണ്? മഹാരാഷ്ട്ര. ടീം എന്താണ്? ഗണേശോത്സവം ആത്മനിർഭരതയുടെ പ്രതീകം. 2ാം സ്ഥാനം ജമ്മു കാശ്മീരിനാണ്. ജമ്മു കാശ്മീരിന്റെ പ്രമേയം കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളും. 2ാം സ്ഥാനം ജമ്മു കാശ്മീരാണ്. പ്രമേയം എന്താണ്? കരകൗശല വസ്തുക്കളും നാടോടി നൃത്തങ്ങളും. 3ാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ് കേട്ടോ. 3ാം സ്ഥാനം നമ്മുടെ കേരളത്തിനാണ്. ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കേരളത്തിന്റെ ടാബ്ലോയുടെ പ്രമേയം എന്ന് പറഞ്ഞാൽ വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും ആത്മനിർഭാർ കേരളം കേട്ടോ. അപ്പൊ പഠിച്ചു വെക്കണം. 3ാം സ്ഥാനം കേരളത്തിനാണ് കേട്ടോ. 3ാം സ്ഥാനം കേരളത്തിനാണ്. അപ്പൊ നമുക്ക് അടുത്തത് നമ്മളൊരു അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ക്രാഷ് കോഴ്സിൽ നിങ്ങൾക്ക് ഹോട്ട് ടോപ്പിക്സ്, സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ് അടങ്ങുന്ന ഒരു ക്രാഷ് കോഴ്സാണ് നമ്മൾ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ തുടങ്ങിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ GK പാർട്ടിലെ ഹോട്ട് ടോപ്പിക്സ്, അതുപോലെ തന്നെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ കംപ്ലീറ്റ്, കറണ്ട് അഫയേഴ്സ് ഇതെല്ലാം നമ്മൾ എടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഒരു റിവിഷൻ എന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PDF നോട്ട്സ്, SCRT ബേസ്ഡ് ക്ലാസ്സസ്, PYQ ഡിസ്കഷൻസ്, എക്സാം ഓറിയന്റഡ്, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസ് ഒക്കെയാണ് വരുന്നത്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും 600 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. നമുക്ക് എന്താണ് സ്പെഷ്യൽ ടോപ്പിക്സ്, കറണ്ട് അഫയേഴ്സ്, ഹോട്ട് ടോപ്പിക്സ് ഇത്രയും ഉൾപ്പെടുന്ന ഒരു ക്രാഷ് കോഴ്സാണ്. കോഴ്സ് ഫീ 600 രൂപയാണ്. അപ്പൊ അഡ്മിഷന് താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. ഞാൻ ഒന്നുകൂടെ പറയാം. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസറിന്റെ ക്രാഷ് കോഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതോടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്സ് തറവാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ GK പാർട്ടിലെ ഹോട്ട് ടോപ്പിക്സ്, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിക്കോട്ടെ, എക്കണോമിക്സ് ആയിക്കോട്ടെ, സയൻസ് പാർട്ടിലെ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കലാകായികം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്താണ് ഈ ഒരു ക്രാഷ് കോഴ്സ് പോകുന്നത്. ടെലഗ്രാമിലാണ് ക്ലാസ്സസ് വരുന്നത്. അപ്പം നിങ്ങൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് നമ്മുടെ ഈ ഒരു ക്രാഷ് കോഴ്സിലൂടെ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. റിവിഷൻ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ക്രാഷ് കോഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പൊ അടുത്ത പോയിന്റ് നോക്കാം. ഇനി നമുക്ക് കേരളത്തിന്റെ റിപ്പബ്ലിക് ദിന നിശ്ചല ദൃശ്യം 2026 ആ നിശ്ചല ദൃശ്യമാണ് നമ്മുടെ കേരളത്തിന്റെ ടാബ്ലോയാണ് ഈ കാണുന്നത് കേട്ടോ. നോട്ട് ചെയ്തോണേ. കേരളത്തിന്റെ റിപ്പബ്ലിക് ദിന നിശ്ചല ദൃശ്യം അഥവാ ടാബ്ലോയാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്കറിയാം റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം 3ാം സ്ഥാനം കരസ്ഥമാക്കി. അത് 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളം ഈ മെഡൽ പട്ടികയിൽ ഇടം പിടിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കറിയാം റിപ്പബ്ലിക് ദിന പരേഡിൽ സംസ്ഥാനങ്ങളുടെ വിഭാഗത്തിൽ കേരളത്തിന്റെ നിശ്ചല ദൃശ്യം 3ാം സ്ഥാനം കരസ്ഥമാക്കി. അതുപോലെ തന്നെ 12 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളം ഈ ഒരു മെഡൽ പട്ടികയിൽ ഇടം പിടിക്കുന്നത്. അതിന് നമ്മുടെ കേരളത്തിന്റെ തീം ഞാൻ പറഞ്ഞിരുന്നു. പ്രമേയം എന്താണ്? ആത്മനിർഭർ കേരളം, ആത്മനിർഭർ ഭാരതം, കൊച്ചി വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും. നിങ്ങൾ ഈ ഫോട്ടോ നോക്ക്. എന്താണ്? ഒരു അമ്മൂമ്മ
പ്രായമായ ഒരു അമ്മൂമ്മ എന്താണ് ഡിജിറ്റൽ സാക്ഷരതയുടെ പ്രതീകമാണ് കാണിക്കുന്നത്. ലാപ്ടോപ്പ് എടുത്ത് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാബ്ലോയും അതുപോലെ തന്നെ ബാക്കിൽ എന്താണ് കൊച്ചി വാട്ടർ മെട്രോ അല്ലേ കാണിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ തീമായിട്ട് വരുന്നത്. തീം ഒന്നുകൂടെ പ്രമേയം പഠിച്ചു വെക്കണം. എന്താണ് ആത്മനിർഭർ കേരളം, ആത്മനിർഭർ ഭാരതം, കൊച്ചി വാട്ടർ മെട്രോയും 100% ഡിജിറ്റൽ സാക്ഷരതയും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ടാബ്ലോയുടെ നേതൃത്വം വഹിച്ചത് IPRD സ്പെഷ്യൽ സെക്രട്ടറിയും ഡയറക്ടറുമായിട്ടുള്ള TV സുഭാഷ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ടാബ്ലോയ്ക്ക് സംഗീതമുണ്ട്. ആ സംഗീതം നൽകിയത് പ്രശസ്ത സംഗീത സംവിധായകൻ മോഹൻ സിത്താരയാണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇദ്ദേഹം നൽകിയ സംഗീതം ആലപിച്ച ഗായകനാണ് KA സുനിൽ. അതുപോലെ തന്നെ കലാകാരന്മാർ 16ഓളം കലാകാരന്മാരാണ് ഈ നിശ്ചല ദൃശ്യത്തിൽ അണിനിരുന്നത് കേട്ടോ. 16ഓളം കലാകാരന്മാർ കണ്ടോ, പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്ന എല്ലാം ഉണ്ട്, കലാകാരന്മാരെല്ലാം ഉണ്ട്. അപ്പോൾ 16ഓളം കലാകാരന്മാരാണ് ഈ ഒരു നിശ്ചല ദൃശ്യത്തിൽ അണിനിരുന്നത്. അടുത്ത പോയിന്റ് നോക്കുകയാണെങ്കിൽ മികച്ച മാർച്ചിങ് സംഘങ്ങൾ, മികച്ച പരേഡ് നടത്തിയ സംഘങ്ങളാണ്. മികച്ച മാർച്ചിങ് സംഘങ്ങളിൽ സായുധ സേനകളിൽ ഒന്നാമതെത്തിയത് ഇന്ത്യൻ നേവിയാണ് കേട്ടോ. സായുധ സേനകളിൽ മികച്ച പരേഡ് കാഴ്ചവെച്ചത് അഥവാ മികച്ച മാർച്ചിങ് നടത്തിയത് ഇന്ത്യൻ നേവിയും. അതുപോലെ തന്നെ അർദ്ധ സൈനിക മറ്റ് സേനകളിൽ മികച്ചത് ഡൽഹി പോലീസുമാണ് കേട്ടോ. ഡൽഹി പോലീസുമാണ്. അതുപോലെ തന്നെ പ്രധാന വീരതാ പുരസ്കാരങ്ങൾ നൽകി. പ്രധാന വീരതാ പുരസ്കാരങ്ങൾ ആദ്യത്തേത് ഏതാണ്? അശോക ചക്രയാണ് കേട്ടോ. അശോക ചക്ര ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമാധാനകാല വീരതാ പുരസ്കാരമാണ് അശോക ചക്ര. അപ്പൊ 2026 അശോക ചക്ര പുരസ്കാരം ലഭിച്ചതാർക്കാണ്? ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്കാണ് കേട്ടോ. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്കാണ് 2026 അശോക ചക്ര പുരസ്കാരം ലഭിച്ചത് കേട്ടോ. അശോക ചക്ര പുരസ്കാരം ലഭിച്ചത് ശുഭാൻഷു ശുക്ലയാണ് ഇത്. അപ്പം ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് ആണ് ശുഭാൻഷു ശുക്ല. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ. അതുപോലെ തന്നെ ഗഗൻയാൻ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇയാളാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം. പ്രധാന വീരതാ പുരസ്കാരങ്ങളിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സമാധാനകാല വീരതാ പുരസ്കാരമാണ് അശോക ചക്ര. 2026 അശോക ചക്ര പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്കാണ്. അദ്ദേഹം ആരാണ്? ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം സന്ദർശിച്ച ആദ്യ ഇന്ത്യക്കാരൻ. അതുപോലെ തന്നെ ഗഗൻയാൻ ദൗത്യത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ഇയാളാണ് ശുഭാൻഷു ശുക്ല. അടുത്ത ഇന്ത്യയിലെ രണ്ടാമത്തെ ഉയർന്ന സമാധാനകാല വീരതാ പുരസ്കാരമാണ് എന്താണ്? കീർത്തി ചക്ര കേട്ടോ. അശോക ചക്ര കഴിഞ്ഞാൽ അതിന്റെ താഴെ നിൽക്കുന്നതാണ് രണ്ടാമത്തെ ഉയർന്ന സമാധാനകാല വീരതാ പുരസ്കാരമാണ് കീർത്തി ചക്ര. ഈ കീർത്തി ചക്ര 2026 പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. മേജർ അർഷ്ദീപ് സിംഗ് ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ നായിബ് സുബേദാർ ദോലേശ്വർ സുബ്ബ ഇന്ത്യൻ ആർമി, അതുപോലെ തന്നെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്ത്യൻ വ്യോമസേന പൈലറ്റ് ആണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് ആണ് കേട്ടോ. ഈ പ്രശാന്ത് ബാലകൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മലയാളിയാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവൻ. അതുപോലെ തന്നെ പാലക്കാട് സ്വദേശിയാണ് കേട്ടോ. നമ്മുടെ കേരളത്തിലെ പാലക്കാട് സ്വദേശിയാണ്, മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഒന്നുകൂടെ പറയാം. കീർത്തി ചക്ര എന്താണ്? രണ്ടാമത്തെ ഉയർന്ന സമാധാന കാല വീരതാ പുരസ്കാരമാണ് കീർത്തി ചക്ര. 2026 കീർത്തി ചക്ര പുരസ്കാരം 3 പേർക്കാണ് ലഭിച്ചത്. ആർക്കൊക്കെയാണ്? ഒന്നാമത്തെ ആള് മേജർ അർഷ്ദീപ് സിംഗ് ഇന്ത്യൻ ആർമി, രണ്ടാമത്തെ ആള് നായിബ് സുബേദാർ ദോലേശ്വർ സുബ ഇന്ത്യൻ ആർമി, മൂന്നാമത്തെ ആള് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇന്ത്യൻ വ്യോമസേനയുടെ പൈലറ്റ് ആണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത ഗഗൻയാൻ ദൗത്യത്തിന്റെ തലവൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വദേശം പാലക്കാട് സ്വദേശിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ക്ലിയർ ആണേ? ഇനി അടുത്തത് നമ്മുടെ മൂന്നാമത്തെ ഉയർന്ന സമാധാനകാല വീരതാ പുരസ്കാരമാണ് ശൗര്യ ചക്ര കേട്ടോ. മൂന്നാമത്തെ ഉയർന്ന സമാധാനകാല വീരതാ പുരസ്കാരമാണ് ശൗര്യ ചക്ര. ഈ ശൗര്യ ചക്ര 2026 13 പേർക്കാണ് ലഭിച്ചത് കേട്ടോ. ശൗര്യ ചക്ര 2026 13 പേർക്കാണ് ലഭിച്ചത്. ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ മലയാളിയായിട്ടുള്ള ദിൽനാക്കയാണ്. അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് കേട്ടോ. അപ്പൊ 2026 ശൗര്യ ചക്ര പുരസ്കാരം ലഭിച്ച മലയാളി ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ്? ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനാക്കയാണ് കേട്ടോ. ഇന്ത്യൻ നേവിയിലെ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനാക്കേവിയാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി സാന്നിധ്യം. അതുപോലെ തന്നെ നാവിക സാഗർ പരിക്രമ 2 എന്ന് പറഞ്ഞ ഒരു കപ്പൽ ഓടിച്ചാണ്. അതായത് പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ മലയാളി സാന്നിധ്യം. അതുപോലെ തന്നെ നാവിക സാഗർ പരിക്രമ 2 എന്ന ദൗത്യത്തിന്റെ ഭാഗമായി ലോകം ചുറ്റിയ പായൽ കപ്പൽ യാത്രയിലെ അംഗമാണ്.
അപ്പോൾ ഒന്നുകൂടെ പറയാം, ശൗര്യചക്ര. ശൗര്യചക്ര എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയിലെ മൂന്നാമത്തെ ഉയർന്ന സമാധാനകാല വീരതാ പുരസ്കാരമാണ്. 2026 ശൗര്യചക്ര ലഭിച്ചത് 13 പേർക്കാണ്. ഇതിൽ മലയാളി സാന്നിധ്യമാരാണ്? ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനാക്കയാണ്. ഇന്ത്യൻ നേവിയിലെ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനാക്കയ്ക്ക് ലഭിച്ചു. അവരും മലയാളിയാണ്. പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ മലയാളി സാന്നിധ്യം. ദിൽനാക്കെ മലയാളിയാണ്. അതുപോലെ തന്നെ നാവിക സാഗർ പരിക്രമ 2 ദൗത്യത്തിന്റെ ഭാഗമായി ലോകം ചുറ്റിയ പായക്കപ്പൽ യാത്രയിലെ അംഗം കൂടിയാണ് ദിൽനാക്കെ കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കും. അടുത്ത പോയിന്റ്, നമ്മുടെ ഈ ഒരു റിപ്പബ്ലിക് ദിനാഘോഷം കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇന്ത്യ യൂറോപ്യൻ യൂണിയന്റെ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നത്. അതിനുവേണ്ടിയാണ് ഇവർ രണ്ടുപേരും ഇന്ത്യയിലെ മുഖ്യ അതിഥികളായിട്ട് നമ്മുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പങ്കെടുത്തത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നത് എന്നാണ്? 2026 ജനുവരി 27 കേട്ടോ. പഠിച്ചു വെക്കണം, ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നത് എന്നാണ്? ജനുവരി 27. അതുപോലെ തന്നെ കരാറിനെ വിശേഷിപ്പിച്ചത്, ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാറിനെ വിശേഷിപ്പിച്ചത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് അഥവാ ഏറ്റവും വലിയ വ്യാപാര കരാർ കേട്ടോ. അപ്പൊ ഇന്ത്യ യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നത് എന്നാണ്? 2026 ജനുവരി 27. കരാറിനെ വിശേഷിപ്പിച്ചത് മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ്. മദർ ഓഫ് ഓൾ ഡീൽസ് ആണ്, ഏറ്റവും വലിയ വ്യാപാര കരാറാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ പഠിച്ചു വെക്കണം. ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99.5% ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്യുന്ന 97.5% ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഇളവ് ലഭിക്കും കേട്ടോ. അപ്പൊ എന്താണ് ഈ കരാർ? ഇന്ത്യ കയറ്റുമതി ചെയ്യുന്ന 99.5% ഉൽപ്പന്നങ്ങൾക്കും യൂറോപ്യൻ യൂണിയൻ ഇറക്കുമതി ചെയ്യുന്ന 97.5% ഉൽപ്പന്നങ്ങൾക്കും തീരുവ ഇളവ് ലഭിക്കും എന്നാണ് ഈ ഒരു കരാർ ഒപ്പിട്ടത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനാഘോഷം 2026 ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഈ ഒരു ക്ലാസ്സിൽ നിന്ന് ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ 1-2 മാർക്ക് ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈവായിട്ട് നടക്കുന്ന നമ്മുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ, നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഇട്ടേക്ക്. ആ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം 200 രൂപയാണ് അതിൻ്റെ കോഴ്സ് ഫീ. നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ചിൻ്റെ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ PDF നോട്ട്സ് അതുപോലെ തന്നെ ഡെയിലി ലൈവ് ക്ലാസ്സും മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 200 രൂപ മാത്രമേ ഉള്ളൂ. 6 മാസത്തെ കാലാവധിയാണ്. താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസണൽ ഓഫീസറും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ നമ്പറിലോട്ട് തന്നെ വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പുതിയൊരു ക്ലാസ്സും പുതിയൊരു അപ്ഡേറ്റുകളും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്